ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദാനിയെയും അംബാനിയെയും എല്ലാം. അതിനുതകുന്ന ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ, ജനകീയ പിന്തുണ നേടാൻ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീർണമാണെന്ന് ലോകം കണ്ട നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം മുതൽ അതിശക്തിയായിട്ട് നിശ്ചിതമായിട്ട് എതിർത്തു വന്ന ജാതി വ്യവസ്ഥ ഞങ്ങൾക്ക് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം 430 സീറ്റ് വാങ്ങിക്കൊണ്ട് ഈ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്ത് ഒരു പുതിയ ഭരണഘടന മനുസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് യാതൊരു മറയുമില്ലാതെ ഇന്ത്യൻ ഭരണവർഗം പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആ പ്രഖ്യാപനത്തെ രാമക്ഷേത്ര പട്ടണം രൂപപ്പെടുത്താൻ ശ്രമിച്ചിട്ടും രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിട്ടും ഉത്തരേന്ത്യൻ ജനത ഉൾപ്പെടെ രാമക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടമുള്ള 7 പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടെ BJP പരാജയപ്പെടുത്തി. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായി. കൂട്ടുമന്ത്രിസഭ ഇപ്പോഴും തുടരുകയാണ്. പക്ഷെ പഴയ വാചകത്തിലൊന്നും ഒരു മാറ്റമില്ല. ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ 42ാം ഭേദഗതിക്ക് ശേഷം BJP ഗവൺമെന്റ് നിയമനങ്ങളുടെ ഭാഗമായി കേരളത്തിന് പണം തരിക എന്ന ഉറച്ച സമീപനമാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളുടെ കണക്ക് വെച്ചുകൊണ്ട് 2 ലക്ഷം കോടി രൂപ എടുക്കേണ്ടതാണ്. അതൊന്നും തരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലുള്ള 10,000 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ കിട്ടുമെന്ന് വിചാരിച്ച് കേരളത്തിന്റെ 40% കൂടി ചേർത്ത് നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയിൽ കൃഷിയായി 10,000 കോടി നിൽക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നതുപോലെ വിവിധ ജനവിഭാഗങ്ങളെ പുതിയ തലമുറയെ രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളോട് കേരളത്തിൽ എടുക്കുന്നതിന് ഈ ഗവൺമെന്റിനെയും സൃഷ്ടിക്കുന്നതിനെ പോലുള്ള പ്രവർത്തനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷതയെയും ജനാധിപത്യ മൂല്യങ്ങളെയും അതുപോലെ തന്നെ അശാസ്ത്രീയമായ നിലപാടുകളെയും എല്ലാം ഇവിടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പഠിപ്പിക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. ഒരു വിട്ടുവീഴ്ചയും ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു വർഗീയ അടിസ്ഥാനപ്പെടുന്ന പാഠ്യപദ്ധതിയും കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള തെറ്റായ നിലപാടുകളെയും ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധുവൽക്കരണത്തിന്റെ അജണ്ടയെ ഇതേവരെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇനിയും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. നാളെയും അത് തന്നെയാണ്. അപ്പോൾ ഒരു സംശയമില്ലാത്ത രീതിയിൽ കേരളത്തിന്റെ ഫെഡറൽ സംവിധാനത്തെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ അംഗീകരിച്ച ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യ മൂല്യബോധത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഭരണഘടനാപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള കൃത്യമായ കേരളത്തിൽ അവകാശമായി ലഭിക്കേണ്ട ഈ സാമ്പത്തികമായ ഉപരോധം തീർക്കുന്ന നിലപാടുകൾക്കെതിരായ അതിശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 1 ലക്ഷം കുട്ടികളെ നേരത്തെ ഇമെയിൽ നടത്താൻ, അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ ക്യാമ്പസുകളിൽ പ്രചരണം നടത്താൻ, അതിന്റെ തുടർച്ചയായിട്ട് രാജ്ഭവനിലേക്ക് അതിശക്തമായ മാർച്ച് സംഘടിപ്പിക്കാൻ, ആ തരത്തിലെല്ലാം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവൻ അനുകരിച്ചുകൊണ്ട് വമ്പിച്ച ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കൺവെൻഷൻ ഒരു സമരപ്രഖ്യാപനം എന്ന രീതിയിൽ ആ സമരപ്രഖ്യാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്
വലിയ രീതിയിലുള്ള പോരാട്ടം നമുക്കാവണം. അതിൽ നിങ്ങളെല്ലാം മുൻകൈ എടുക്കണം. ഈ തലമുറയാണ് കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ വിഭാഗമെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചരിത്ര ദൗത്യം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും.